ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇഷ്ടം മാത്രത്തിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയൊന്ന് നോക്കിയാലോ അല്ലേ. അങ്ങനെ നമ്മുടെ രചന മഹേഷിനോട് മാപ്പെല്ലാം പറഞ്ഞതിന് ശേഷം എനിക്കിനി ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല മഹേഷിനോട് അത്രയും വലിയൊരു ദ്രോഹമാണ് ഞാൻ ചെയ്തത്. മഹേഷിനെ വിട്ടുകളഞ്ഞത് ഏറ്റവും വലിയ തോൽവിയായിട്ടാണ് ഇപ്പം ഞാൻ കരുതുന്നത്. ആകാശ് എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ, നീ നിൻ്റെ മാനം മറ്റ് ജീവിക്കാൻ പറഞ്ഞതാണ് അയാൾ എന്നും പറഞ്ഞുകൊണ്ട് രചന ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് കരയുകയാണ്. ഇനി ഞാൻ മഹേഷിൻ്റെ മുന്നിലേക്ക് വരില്ല. മഹേഷിൻ്റെ കൈകളിൽ എൻ്റെ 2 മക്കളും സുരക്ഷിതമാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവരുടെ ഒരവകാശവും പറഞ്ഞ് ഇനി ഞാൻ വരില്ല മഹേഷേ. പക്ഷേ എനിക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് ഇനി ഞാൻ മുൻകൈയെടുത്തിറങ്ങുന്നത്. ഞാൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ മഹേഷിനോട് മാപ്പ് പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രചന അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രചന ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ഇഷിത കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ചോദിക്കുകയാണ്, താനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ മഹേഷേ, ഞാനെല്ലാം കേട്ടു. പക്ഷെ അവൾ പറയുന്നത് വിശ്വസിക്കാനായിട്ട് നിൽക്കണ്ട, അവൾ വെറുതെ മുതലക്കണ്ണീരൊഴുക്കുകയാണെന്ന് മഹേഷ് പറയാണ്. ഇല്ല മഹേഷേ, അവൾ ആ കരച്ചിലും ഏറ്റുപറച്ചിലും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവൾ പറയുന്നതൊന്നും കള്ളത്തരമല്ല. അവളുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് വന്ന കാര്യങ്ങൾ മാത്രമാണ് മഹേഷേ. അത് നമ്മൾക്ക് വിശ്വസിച്ചേ മതിയാവുള്ളൂ എന്നും പറയാണ്. ഇത് കേട്ട മഹേഷിനും ചില കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാകുക. അങ്ങനെ മഹേഷ് നേരെ ആദിയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആദിയും ഉറക്കമൊഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആദിക്കും ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ മഹേഷ് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു നീ ഉറങ്ങിയിട്ടില്ലെന്ന്. കാരണം നിൻ്റെ മമ്മി ഇവിടെ വന്നെന്നും ഡാഡിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നും മോന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മോൻ ഉറങ്ങാൻ പറ്റില്ലെന്ന് ഡാഡിക്ക് അറിയായിരുന്നു മോനെ. മമ്മി പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ്. നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാഡി, മമ്മി പറഞ്ഞത് അങ്കിളെ മനസ്സിലായെന്നും സുമിത ആൻറ്റിയെ കൊന്നത് അങ്കിളാണെന്നും എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു. ഡാഡിയോട് ചെയ്ത ചതികളെക്കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞു ഡാഡി. ഒരുപാട് കരഞ്ഞു ഡാഡി എന്നൊക്കെ പറയാണ്. മോനെ, എന്ത് ചെയ്യാനാണ്, നിൻ്റെ മമ്മി എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. പക്ഷേ രചന അത് പറഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. ഈ ഡാഡിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിൻ്റെ മമ്മിയെക്കുറിച്ച് ഓർത്ത് സഹതാപം മാത്രമേ ഈ ഡാഡിക്ക് ഇനി തോന്നുകയുള്ളൂ. അങ്ങനെ തോന്നാൻ പാടുള്ളൂ, ഇനി അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം ഡാഡിയുടെ അവസ്ഥകളെല്ലാം എനിക്കറിയാം. അതിന് ഡാഡിക്കൊരു ഭാരമായിട്ടൊന്നും മമ്മി തീരത്തൊന്നുമില്ല. മമ്മീനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഓർഫണേജിൽ ആക്കിയാൽ മതി. ആ അങ്കിളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും എൻ്റെ മമ്മി രക്ഷപ്പെടണം. അത്രയും മാത്രമേ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഡാഡി, എങ്ങനെയെങ്കിലും ഒരു ഓർഫണേജിൽ ആക്കിയേര്. എന്നിട്ട് എനിക്ക് പഠിച്ച് ജോലിയൊക്കെ കിട്ടി ഞാനൊരു വലിയ നിലയിലാവൂലേ, അന്നേരം ഞാൻ എൻ്റെ മമ്മിയെ കൂട്ടിക്കൊണ്ട് വന്നോളാം. അപ്പോൾ ഡാഡി എനിക്ക് ഒരു വീടെടുത്ത് തന്നാൽ മതി. ആ വീട്ടിലേക്ക് ഞാനും മമ്മിയും കൂടി പോയിക്കോളാം. അവിടെ താമസിച്ചോളാം ഡാഡി, ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിൻ്റെ കണ്ണുകൾ നിറയുക. മഹേഷ് നമ്മുടെ ആദ്യം ചേർത്ത് പിടിച്ചിട്ട്, മോനെ, നിന്നെ പോലൊരു മകനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമോ, ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് നീ എന്ന് പറഞ്ഞ മകൻ. കാരണം ഈ ഡാഡി ആരെയും ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ആരെങ്കിലും സഹതാപത്തോടെ വരുമ്പോൾ അവരെ സഹായിക്കാൻ മാത്രമേ ഈ ഡാഡിക്ക് കഴിഞ്ഞുള്ളൂ. ആ ഒരു സ്വഭാവം തന്നെയാണ് എൻ്റെ മോനും കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് തയ്യാറല്ല. എത്ര ദ്രോഹിച്ചാലും അവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ തന്നെയാണ് മോൻ്റെ മനസ്സും ഒരുങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആവണം മോനെ ഇനി ജീവിതകാലം മുഴുവനും. ഡാഡി മോനെ ഒരിക്കലും തടയില്ല. കാരണം നിങ്ങൾ 2 പേരെയും പ്രസവിച്ച മമ്മിയാണത്. ആ മമ്മിക്ക് ജീവിതത്തിൽ ഒരാളെങ്കിലും വേണ്ടേ മമ്മിക്ക് സഹായമായിട്ട്? അതുകൊണ്ട് ഡാഡി ഈ കാര്യത്തിൽ ഒരിക്കലും തടയില്ല മോനെ. നിൻ്റെ മമ്മിക്ക് എന്ത് സഹായം വേണമെങ്കിലും നിനക്ക് ചെയ്തു കൊടുക്കാം. അതാണ് പ്രായശ്ചിത്തം എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാണ്. ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് ആദിയും ഡാഡിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. പക്ഷേ ഈ കാര്യവും നമ്മുടെ ഇഷിത പുറത്തു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇഷിതയ്ക്കും ഭയങ്കരമായിട്ടും വേദന തോന്നുകയാണ്. അതിനേക്കാളുപരി സന്തോഷം തോന്നുകയാണ്. എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ നേരെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ വക്കീലിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വക്കീലിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. എന്തായി വക്കീലെ, മഞ്ജിമ വിളിച്ച അജിത്ത് എന്ന് പറഞ്ഞ അയാൾ എവിടെയുള്ളതാണ്, എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ അജിത്ത് എന്ന് പറഞ്ഞ ആളെ
ഞാൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അയാളെ വിളിക്കണം, അയാളെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അയാൾ ഈ മഞ്ജിമയെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഞ്ജിമയും ഇയാളെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ അപകടം പറ്റുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു 10-16 കോളെങ്കിലും അയാളെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷവും വിളിച്ചിട്ടുണ്ട്. കൂടുതൽ മഞ്ജിമ വിളിച്ച കോളുകളാണ് ഇവിടെ കാണിക്കുന്നത്. എങ്കിൽ ഞാനൊന്ന് അയാളെ വിളിച്ച് നോക്കാം മാഡം എന്നിങ്ങനെ പറയാം. അങ്ങനെ ശരി, വിളിച്ചു നോക്ക്, അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആണെങ്കിൽ അജിത്തിനെ വിളിക്കുകയാണ്. അപ്പോൾ അജിത്തിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഹലോ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനേ ഒരു മഞ്ജിമയുടെ സെൽഫിഷറാണ് എന്നിങ്ങനെ പറയാണ്. താൻ ആരാടോ? മഞ്ജിമയോ? ഏത് മഞ്ജിമ? എവിടത്തെ മഞ്ജിമ? ഒന്നും അറിയാത്തതുപോലെ അജിത്ത് അവിടെ ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു മോനെ അജിത്തെ, നീ ഫോൺ കട്ട് ചെയ്ത് പോകരുത്. പോയി കഴിഞ്ഞാൽ മോൻ പെടും. കാരണം നിന്നെ ഞങ്ങൾ പൂട്ടി, നീ മഞ്ജിമയെ വിളിച്ചിട്ടുണ്ടെന്നും മഞ്ജിമയെ കാണാൻ ചെന്നിട്ടുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അല്ല, നിങ്ങൾ ആരാണ്? എന്ത് വേണം? നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മഞ്ജിമയുടെ സഹോദരനാണ് എന്ന് പറയാം. ഇത് കേട്ട അജിത്ത് ആകെ ഞെട്ടിപ്പോവുകയാണ്. നീ എന്തിനു വേണ്ടി എൻ്റെ ഫ്ലാറ്റിൽ വന്നു? നീ എന്തിനാണ് ഫ്ലാറ്റിൽ വന്നിട്ട് CCTV ക്യാമറ എല്ലാം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെ അപകടം വരുത്തി വെച്ചത്? നീയും മഞ്ജിമയാണ് സാക്ഷി. എൻ്റെ കുഞ്ഞിന് അപകടം വരുത്തിയത് എങ്ങനെയാണെന്ന് നീയും മഞ്ജിമയും തന്നെയാണ് സാക്ഷി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ എൻ്റെ പൊന്നു സാറേ, എന്നെ കൊടുക്കാൻ നിൽക്കരുത്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വീണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞ് കൂട്ടരുത്. നീ ഇപ്പോൾ ഫോൺ വെച്ച് നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞങ്ങൾ താഴെ ഇറക്കുമെന്ന് പറഞ്ഞാൽ താഴെ ഇറക്കും. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാതെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നീ ശരിക്കും കോടതി കയറേണ്ടി വരും. പിന്നെ നിന്നെ പുറത്ത് ഇറക്കാത്ത വിധത്തിൽ ഞങ്ങൾ പൂട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അജിത്തിനെ നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നല്ല ഭീഷണിപ്പെടുത്തുകയാണ്. ഈ അജിത്താണെങ്കിൽ പേടിച്ച് വിറച്ചു പോയ ഒരവസ്ഥയും. ഇതേ സമയം തന്നെ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആകാശാണെങ്കിൽ അവിടെ നിന്ന് സ്ഥലം വിടാനുള്ള പരിപാടി, ദുബായിലേക്ക് കടക്കാനുള്ള പരിപാടി. അപ്പോൾ ഏതോ ഒരു അയ്യറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രചന കേൾക്കുകയാണ്. ഓഹോ, അപ്പോൾ അവൻ ഇവിടെ നിന്ന് സ്ഥലം വിടാനുള്ള പരിപാടിയാണല്ലേ. എടാ ആകാശേ, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. നിന്നെ രക്ഷപ്പെടാനായിട്ട് ഞാൻ അനുവദിക്കില്ലടാ ആകാശേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നേരെ ആകാശിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്താ ആകാശം എങ്ങോട്ട് പോകുന്നു? എനിക്ക് പിന്നെ ബോംബെയിലൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണെന്നും പറയാണ്. മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ ദുബായിലേക്ക് പേടിച്ച് എസ്കേപ്പ് ആവുകയാണോ എന്ന് ചോദിക്കണേ. ഞാൻ എസ്കേപ്പ് ആവാനോ? ഞാനെന്തിനും എസ്കേപ്പ് ആവുന്നു? ഞാൻ ആരെ പേടിക്കാനാടി? എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലടി. ഏതോ ഒരു കേസ് എൻ്റെ തലയിൽ വെച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ജീവിതകാലം മുഴുവനും ജയിലിനുള്ളിൽ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലേ നിൻ്റെ മനസ്സിൽ മാത്രം വെച്ചാൽ മതി. എടി നന്ദിയില്ലാത്തവളെ, നീ എൻ്റെ ഒപ്പം കഴിഞ്ഞ് എൻ്റെ ചോറും കഞ്ഞിയൊക്കെ കുടിച്ച് ജീവിച്ചിട്ട് നീ മഹേഷിനെ ഉള്ളിലോട്ടുണ്ട് നടക്കുമെന്നുള്ളതായിരുന്നില്ല നീ. നിന്നെ പോലൊരു ആൾക്കാർക്കൊക്കെ ഈ പണിയല്ലടി പറ്റുന്നത്. നിനക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള വകുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ നീ പെടും രചന. കാരണം ഈ സുമിതയ്ക്കുണ്ടായ അവസ്ഥയില്ലേ അതേപോലെ തന്നെ ആയിരിക്കും നിനക്കും ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ നിന്നെ തല്ലിക്കൊന്നിട്ട് ഏതെങ്കിലും കുറേ കൊണ്ട് നിന്നെ കെട്ടിത്താത്തും. അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നെ ഒരു പോലീസും പിടിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്ക്. നമ്മൾ രണ്ടും കൂടി ഒരു ദിവസം ബോംബെയിൽ പോയത് കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ഒരു കിഴവൻ നിന്നെ കണ്ണു വെച്ചായിരുന്നു. അവനെ എന്നോട് ചോദിച്ചായിരുന്നു ഒരു രാത്രി നിന്നെ കൊടുക്കുവാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കെടാ എന്നും പറഞ്ഞുകൊണ്ട് രചന തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ്. അപ്പോഴേക്കും രചനയുടെ കൈ കയറി ഈ ആകാശി പിടിച്ചിട്ട് പറയണം, വേണ്ട മോളെ, നിൻ്റെ സാഹസമൊന്നും എൻ്റെ മുന്നിൽ വേണ്ട, അതങ്ങോട്ട് നിർത്തിയൊരു പൊന്നു മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാണ്. നിനക്കിനി ഇതേപോലുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. നീ ഏതായാലും ബോംബെയിലേക്ക് ചെല്ല്, അവിടെ നല്ല ഓഫറുകളായിരിക്കും. അയാളെ നിന്നെ ഒരു രാത്രി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപയാണോ ഓഫർ ചെയ്തതെന്ന് നിനക്ക് വല്ല അറിയാവോ? കേട്ടാ നീ ഞെട്ടും രചന. അതുകൊണ്ട് നിനക്ക് വഴിമുട്ടില്ല, ജീവിക്കാനുള്ള വകയൊക്കെ കിട്ടും. എടാ നിന്നെ പോലുള്ള നാറികളുടെ കൂടെ ജീവിക്കാനേക്കാൾ നല്ലത് മാനം കൊടുത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളായിരുന്നടാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതേടി, അത് തന്നെ നിനക്ക് പറ്റുള്ളൂടി. ഒരിക്കൽ ഞാൻ വരും ബോംബെയിലേക്ക് നിന്നെ കാണാനായിട്ട് ഈ സാഹചര്യത്തിൽ. അപ്പോൾ ഇപ്പം നീ എന്നോട് കാണിച്ച പ്രതികരണമില്ലേ, അതിൻ്റെയൊക്കെ തിരിച്ചടി നിനക്ക് ഞാൻ അപ്പം തന്നേക്കാം. അതുകൊണ്ട് ഇപ്പം എനിക്ക് സമയമില്ല.
നീ നിന്റെ പാട് നോക്കി പോ രചന, നിനക്ക് തരാനുള്ള പൈസ എല്ലാം തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ബോംബെയിൽ വെച്ച് കാണാം, നിന്നെ ആ ഒരു അവസ്ഥയിൽ, കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ആകാശ് അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും രചന ആകെ തകർന്ന് തരിപ്പണമായി വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അങ്ങനെ രചന ഉടനെ തന്നെ മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷ് ഫോൺ എടുക്കുകയാണ്. എന്തിനാ രചന വീണ്ടും വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, മഹേഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആകാശ് ഇവിടെ നിന്ന് ദുബായിലേക്ക് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാണ്, അവൻ എത്രയും പെട്ടെന്ന് പൊക്കണം എന്ന് പറയാണ്. ആഹാ, നിന്നോട് ആരേത് പറഞ്ഞത്? അവനാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതിലൊന്നും ഒരു പ്രസക്തിയില്ല, ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്ക്, സത്യമാണ് പറഞ്ഞത് ഞാൻ. ഇപ്പം അവനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മഹേഷിനെ ഒരിക്കലും അവനെ പിടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവൻ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് അവൻ കടക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവനെ പിടിക്കണം. അവൻ എപ്പോഴാണ് പോയത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവനെ പിടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഓക്കെയാണ്. അവനെ പെട്ടെന്ന് പിടിച്ചോ, ഏതോ ഒരു അയ്യരുടെ വീട്ടിലേക്കാണ് ഇപ്പം അവൻ പോയിരിക്കുന്നത് എന്ന് പറയാണ്. ശരി എങ്കിൽ പിന്നെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഈ ആകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആകാശ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അയ്യരുടെ കോൾ വരികയാണ്. സാർ ഞാനിപ്പോൾ തന്നെ എത്തും സാർ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് ആ വീടിൻ്റെ വഴി വന്നുകൊണ്ടിരിക്കുകയാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് വലിയ സ്പീഡിൽ വിടുക. വലിയ സ്പീഡിൽ വന്നതും നമ്മുടെ മഹേഷിൻ്റെ കാറ് ഇവൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് വന്ന് ഇങ്ങനെ നിർത്തുക. അപ്പോഴേക്കും ആകാശ് അവിടെ നിന്ന് ഇറങ്ങാണ്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും, നീ എന്താടാ ദുബായിലേക്ക് സ്ഥലം വിടാനുള്ള പരിപാടിയായിരുന്നോ? നിന്നെ ഞാൻ പൊക്കോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കാനായിട്ട് അവർ രണ്ടിനും കൂടി ഇട്ടുപിടിക്കാം. അപ്പോൾ മഹേഷിനെ തള്ളി താഴെ ഇടുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആകാശിനെ പോലീസുകാർ പൊക്കിക്കഴിഞ്ഞു. പോലീസുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരല്ല, കുറേ ആൾക്കാരും കൂടി ചേർന്നുകൊണ്ട് പൊക്കുക. അങ്ങനെ പൊക്കിക്കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം തന്നെ നമ്മുടെ വനിതാ പോലീസും SI-മാരൊക്കെ സംസാരിക്കുകയാണ്. ഏതായാലും സുമിതയുടെ കൊലപാതക കേസ്, ഏതായാലും നമ്മൾ ആ കുറയിൽ നിന്നാണ് സുമിതയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. പക്ഷേ അതിൽ ആകാശ് തന്നെയാണ് കുറ്റവാളിയെന്ന് നമ്മൾ കൂടുതൽ നിരീക്ഷിക്കേണ്ട കാര്യമുണ്ട്. മാഡം ഇത് നോക്കിയേ മാഡം, നമ്മളാണ് ആ കുറയിൽ നിന്ന് ആ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയത്. എന്നിട്ട് ക്രെഡിറ്റ് മുഴുവനും വേറെ ആൾക്കാർക്ക്. അതൊക്കെ വഴി ഉണ്ടാകൂടോ, നമുക്ക് തന്നെ ഇതെല്ലാം അനുകൂലമായിട്ട് തന്നെ വരും, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശിൻ്റെ കഴുത്തിന് കയറി കുത്തി പിടിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വലിച്ചെറിയുകയാണ് മഹേഷ് അവിടെ ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ വനിതാ പോലീസ് ചോദിക്കണം, മഹേഷ് എന്ത് പരിപാടിയാണ് ചെയ്തത്? മഹേഷ് എന്തിനാ ഇവന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മാഡത്തിനൊരു കാര്യം അറിയാം മാഡം, ഞാനേ ദുബായിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റും എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങായിരുന്നു. ആ സമയത്ത് ഇവൻ എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. മഹേഷേ താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആകാശേ താൻ പോകാൻ നോക്ക്, ഫ്ലൈറ്റ് മിസ്സാവണ്ട, പോകാൻ നോക്ക്. ശരി എങ്കിൽ പിന്നെ ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ മഹേഷ് വിടോ? മഹേഷ് അവനെ പിടിച്ചങ്ങോട്ട് നിർത്തുകയാണ്. മാഡം നിങ്ങളിനി എന്ത് പറഞ്ഞാലും ശരി, അവനെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. എനിക്ക് ഇവനെ ഇവിടെ നിന്ന് വിടാൻ പറ്റില്ല. നിങ്ങൾ കണ്ണടച്ച് അവൻ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങൾ കണ്ണടച്ച് വെച്ചിട്ട് അവനെ പുറത്ത് വിടാനായിട്ട് എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾക്ക്? ഇനിയിപ്പോൾ സുമിതയുടെ കൊലക്കേസ് എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതിൻ്റെ കേസ് ഇപ്പോഴും ഉണ്ട്, അത് അന്വേഷിച്ചാൽ മതിയുള്ളൂ. അത് ചെയ്തത് ഇവൻ തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും മഹേഷേ, നിയമം കയ്യിലെടുക്കാൻ തനിക്ക് അധികാരമില്ല, താൻ തന്നെ പാട് നോക്കി പോകാൻ നോക്ക്. ആകാശിൻ്റെ വഴിക്ക് പോട്ടെ. ഇല്ല മാഡം, അങ്ങനെ ആകാശിൻ്റെ വഴിക്ക് പോകില്ലല്ലോ. അപ്പോഴേക്കും ആകാശ് പറയാണ്, ഇവനെ ഭ്രാന്താണ് മാഡം, ഇവൻ വെറുതെ ഒരു തെളിവുമില്ലാതെ എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് എത്ര വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മാഡത്തിന് വല്ല അറിയോ? വലിയൊരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയാണ് ഞാൻ പോകാനായിട്ട് നിൽക്കുന്നത്. ആ സമയത്താണ് എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതിനെല്ലാം മാഡം ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ മാഡം ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എടാ തെളിവില്ലതെടാ, സകല തെളിവുകളും എൻ്റെ കയ്യിലുണ്ടടാ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരെ ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആകാശൊക്കെ. അങ്ങനെ മഞ്ജിമ വരിക. മഞ്ജിമനെ കൂട്ടിക്കൊണ്ട് ഇഷിത വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഇവളാണോ തെളിവ്? അടുത്ത ഉടായിപ്പായിട്ട് വന്നിരിക്കുന്നത്. ഇതൊന്നും വിലപ്പോകാത്ത കാര്യമാണ് എൻ്റെ മഹേഷേ. ഇവൾ ആരാണെന്ന് മാഡത്തിന് അറിയോ? ഈ മഹേഷിൻ്റെ പെങ്ങളാണ്, താനീ ഫ്രോഡ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഈ മഞ്ജിമയ്ക്കാണെങ്കിൽ കലി വന്നിട്ട് ഒരു രക്ഷയില്ലാതെ ഇങ്ങ് നിൽക്കുകയാണ്. മഞ്ജിമ പറ, ഇനി സത്യാവസ്ഥ എന്താണെന്ന് പറ. കറക്റ്റായിട്ട് സത്യങ്ങൾ മുഴുവനും മുന്നിൽ പറയണം എന്ന് പറഞ്ഞപ്പോഴേക്കും മഞ്ജിമയാണെങ്കിൽ ശരി, ഞാൻ കാര്യങ്ങളെല്ലാം പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആകാശാണെങ്കിലും, മഞ്ജിമ
ദേ എൻ്റെ കൂടെയുള്ള നുണക്കഥകൾ പറയാനായിട്ട് പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജിമ നീ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. നീ കൂടുതൽ ദേ നിന്റെ പല കഥകളും പുറത്താകും. ഇതൊക്കെ ഇടിഞ്ഞപ്പോഴേക്കും മഞ്ജിമയ്ക്ക് ഇനി മഞ്ജിമ ഒന്നും വിളിക്കാനായിട്ട് തയ്യാറല്ല. അപ്പം മഞ്ജിമ പറയാണ്, അതായത് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു കോള് വന്നു. ബാങ്കിൽ നിന്നാണ് ഒരു കോള് വന്നത്. അത് കേട്ട ഉടനെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. കണ്ടോ ഇവള് പറയുന്ന മുഴുവനും പച്ചക്കള്ളമാണെന്നൊക്കെ ആകാശ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല, ഞാൻ പറയുന്ന മുഴുവനും സത്യം തന്നെയാണ്. അപ്പോഴേക്കും മഹേഷ് ആണെങ്കിൽ അതെ, ആ കോള് വന്നത് ഒരു നമ്പറിൽ നിന്നാണ്. ആ നമ്പറും ആരുടേതാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് വഴിക്കച്ചവടക്കാരനായ ഒരു പച്ചക്കറി കച്ചവടക്കാരനായ അയാളുടെ ഫോൺ മേടിച്ചിട്ട് വിളിച്ചതാണ്. അതാരാ വിളിച്ചതെന്നറിയണ്ടേ? ആകാശ് മേനോൻ. അയാൾ തന്നെയാണ് സത്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞത്. ഈ ആകാശ് മേനോൻ്റെ ഫോട്ടോ ഈ പച്ചക്കറി കച്ചവടക്കാരനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ തന്നെയാണ് തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഇങ്ങനൊരു വ്യാജ കോൾ ചെയ്തതെന്നുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് മാഡം എന്ന് പറയാണ്. ഇനി വേറൊരു തെളിവും കൂടി വേണോ എന്ന് ചോദിക്കുമ്പോൾ ദേ വരുന്നു നമ്മുടെ ഇഷിത വേറൊരാളെയും കൊണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, അത് നമ്മുടെ അജിത്ത് തന്നെയായിരുന്നു. ആ അജിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയ്ക്ക് വീണ്ടും മരിശം വരികയാണ്. അപ്പോൾ ആകാശ് ചെറുതായിട്ടൊന്ന് പേടിച്ച് നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ അജിത്ത് വരികയാണ്. അപ്പോൾ അജിത്ത്, നീ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പോലീസുകാരെ മുന്നിൽ പറഞ്ഞോളാം. സത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞോളാം മാഡം. അത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, ഞാനും മഞ്ജിമയും പുറത്തുനിന്നുള്ളൊരു പരിചയമാണ്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ആരുമില്ല, എൻ്റെ അച്ഛനും അമ്മയും ബാങ്കിൽ പോയിരിക്കുകയാണ്, അജിത്ത് ഇങ്ങോട്ട് വരാവോ എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജിമ എന്നെ വിളിച്ചു. ഇത് കേട്ട മഞ്ജിമ ഞെട്ടിപ്പോവാ. ഇവന് എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ച്. അങ്ങനെ അജിത്ത് പറയാം, എനിക്ക് ഇങ്ങനെയൊന്നും പോയൊന്നും ശീലമില്ല, അതുകൊണ്ട് ഞാൻ പേടിച്ച് കുറച്ച് നിൽക്കുമായിരുന്നു. അപ്പം മഞ്ജും പറയുകയാണ്, അജിത്തെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിവിടുത്തെ CCTV ക്യാമറ ഓഫ് ചെയ്തോളാം എന്ന്. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്ന് മഞ്ജുമയും ഞാനും കൂടി കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേ ഒരാൾ അകത്തേക്ക് കയറി വരുന്നത്. അപ്പം മഞ്ജുമ എന്നോട് പറഞ്ഞു, അയാൾ കാണണ്ട, എനിക്ക് അയാളെ പരിചയമുണ്ട്, അജിത്ത് ഒരു കാര്യം ചെയ്യ്, കട്ടിൻ്റെ അടിയിൽ കയറി ഒളിച്ചോ, ഞാനും കൂടെ കയറി ഇരുന്നോളാം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം മഞ്ജിമയാണെങ്കിൽ, ഏട്ടാ ദുഷ്ടാ, എന്തൊക്കെ കള്ളത്തരങ്ങളാണോ നീ പറയുന്നത് എന്ന് മഞ്ജിമ ആകെ വിഷമിച്ചിങ്ങ് നിൽക്കുക. അപ്പം നമ്മുടെ ഈ അജിത്താണെങ്കിൽ വീട് കടത്ത് തുടരുക. അങ്ങനെ ആ മഞ്ജിമ പറഞ്ഞതുപോലെ തന്നെ ഞാനാണെങ്കിൽ ആ കട്ടിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോഴാണ് ദേ ഇവൻ വന്നിട്ട് കൊച്ചിൻ്റെ മുഖത്ത് പച്ചക്കറിക്കൊക്കെ അടിക്കണ മരുന്നിൻ്റെ സ്പ്രേ എടുത്ത് കൊച്ചിൻ്റെ മുഖത്തടിച്ചിട്ട് ഒറ്റ പോക്കാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ മുഴുവനും ഈ മരുന്നിൻ്റെ മണമായിരുന്നു. അങ്ങനെ ഒരു സംശയം തോന്നി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് മരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ആ മഞ്ജിമയോട് പറഞ്ഞത്, കുഞ്ഞ് മരിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ പേടിച്ച് വിറച്ചിട്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ സാക്ഷിയായിട്ടുള്ളൂ സാർ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം മേഡത്തിന് മനസ്സിലായല്ലോ ഇതിന് പിന്നിൽ ആരാണെന്ന്. അപ്പോഴേക്കും ആകാശം മനസ്സ് ചിന്തിക്കാണ്, ഏതായാലും മഹേഷ് എന്നെ പിടികൂടി, എന്നെ വട്ടമിട്ടു, ഇനി ഇവനെ കൊന്നിട്ടാണെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മനസ്സ് ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ മഞ്ജിമ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാണ്, എടാ നീ ഇപ്പം എന്നെ കുറ്റക്കാരനാക്കാനായിട്ട് നോക്കുകയാണല്ലേടാ, നിന്നെ ഞാൻ വെറുതെ വിടലടാ എന്ന് പറഞ്ഞുകൊണ്ട് അജിത്തിൻ്റെ കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ ആകാശ് അവിടെ നിന്ന് ഒറ്റ ഓട്ടമാണ്. അപ്പോൾ വനിതാ പോലീസ് പറയുന്നുണ്ട്, അവൻ ഓടുന്നു, പിടിക്കവനെ. അങ്ങനെ ആകാശ് പുറത്തേക്ക് ഓടിയതും ദേ നമ്മുടെ രചനയുടെ കാറ് ആകാശിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങ് നിൽക്കുക. രചന അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആകാശിനെ രക്ഷിക്കാൻ വന്നതാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ആകാശ് അവിടെ. അപ്പോൾ രചനയോട് പറയാണ്, രചന വാ നമുക്ക് രക്ഷപ്പെടാൻ, രചന പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം, ഞാൻ ഈ കേസിൽ പ്രതിയേ അല്ല, ദേ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടി ഓടി വന്നു കഴിഞ്ഞിരിക്കുന്നു. പൊന്നുപോലെ നോക്കിക്കോളാം, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ രചന, നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല, നമുക്ക് ഇപ്പം തന്നെ അത് പ്ലാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ രചനയാണെങ്കിൽ തൻ്റെ കയ്യിലിരുന്ന് വെച്ച തോക്കെടുത്തിട്ട് അവന് നേരെ ചൂണ്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയി. രചന എന്ന് പറഞ്ഞുകൊണ്ട്
ആകാശ് ഇങ്ങനെ വിളിക്കുകയാണ്, നീ എന്താടാ വിചാരിച്ചത്? നീ ഇവിടെ നിന്ന് കടന്ന് കളയാമെന്നോ? എടാ നടക്കില്ലടാ. നീ എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ ദുബായിൽ വേശ്യാലയത്തിൽ കഴിയുന്ന നേരത്ത് നീ അവിടെ വരുമെന്നല്ലേ? അന്നേരം കാണാമെന്നല്ലേ? കാണാടാ. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, അതിനു മുമ്പ് നിന്നെ ഞാൻ കാണുമെന്ന്. ഇപ്പം നിന്നെ ഞാൻ കണ്ടില്ലേ? ഇനി നിന്റെ അവസാനോടാ. ദേ രചന, അനാവശ്യം പറയാൻ നിൽക്കരുത്. ദേ നമുക്കൊരുമിച്ച് ജീവിക്കണ്ടേ? എടാ നീ എന്താ വിചാരിച്ചത്? എല്ലാം ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചെന്നോ? എടാ സുമിതയെ കൊന്നതും എല്ലാത്തിനും കാരണക്കാരൻ നീയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടാ. ഞാനാ മഹേഷിനോട് പറഞ്ഞത് നീ ദുബായിലേക്ക് കടന്നു കളയാൻ പ്ലാൻ ചെയ്യുകയാണെന്ന്, നിന്നെ പെട്ടെന്ന് പിടിക്കണമെന്നും. എടാ ഞാനെന്നിട്ട് മഹേഷിനോട് പറയുകയും ചെയ്തു, സുമിതയെ കൊന്നതിനുള്ള സാക്ഷി ഞാനാണെന്നും സുമിതയെ കൊന്നു കോറയിൽ തള്ളിയത് കണ്ടെന്നും ഒക്കെ സാക്ഷി ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നടാ. രചന, എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നീ പറയുന്നത്? ഞാൻ പറയുന്നത് തോന്നിവാസോ? ഇനി നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ലടാ. എൻ്റെ മക്കളെ വെച്ച് നീ എന്നോട് വിലപേശുകയായിരുന്നല്ലേ? ഞാൻ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തടാ. ഞാൻ എൻ്റെ ഭർത്താവിനെ വിട്ട് ഞാൻ നിൻ്റെ അരികിലേക്ക് ഓടിപ്പോന്ന്. അതാണ് ഞാൻ ഏറ്റവും ചെയ്ത മണ്ടത്തരും തെറ്റുമൊക്കെ. ഇനി നീ രക്ഷപ്പെടില്ല. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് പറയുകയാണ്, രചന തോക്ക് താഴെ ഇടാൻ പറഞ്ഞപ്പോഴേക്കും പോലീസിന് നേരെ നീട്ടുകയാണ് നമ്മുടെ രചന തോക്ക്. അപ്പോൾ ആകാശ് പേടിച്ച് വരച്ച് നിൽക്കുക. അപ്പോൾ ആകാശ് പറയുകയാണ്, മഹേഷ് ഒന്ന് പറ രചനയോട്. മഹേഷ് പറഞ്ഞ് അവൾ കേൾക്കും രചന എന്ന് പറയുമ്പോഴും രചന അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. എടാ നിനക്കിനി രക്ഷയില്ലടാ. എൻ്റെ കൈ കൊണ്ട് തന്നെ നീ തീരുവടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാഞ്ചി ഒറ്റ വലി ഈ ആകാശിൻ്റെ നെഞ്ചത്ത് തന്നെ അത് അറച്ചു കയറി. ആകാശ് അപ്പം തന്നെ അവിടെ ബോധം കെട്ട് വീഴുകയും മഹേഷിൻ്റെ കാലിൽ കയറി പിടിക്കുകയും ചെയ്യണം. അപ്പം മഹേഷിനോട് മാപ്പ് പറഞ്ഞൊന്ന രീതിയിലായി പോയി അവിടെ കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ആ നിമിഷം ആ സ്പോട്ടിൽ തന്നെ അവിടെ ആകാശ് മരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് ആ ബോഡി എടുത്തുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ വനിതാ പോലീസ് വന്നിട്ട് രചനയുടെ കയ്യിൽ നിന്നും തോക്ക് മേടിച്ച് അവളുടെ കയ്യിൽ വിലങ്ങിടുകയാണ്. മേഡം, എനിക്ക് ഇഷിതയോടും മഹേഷിനോടും 2 വാക്ക് സംസാരിക്കാനുണ്ട്, അതിനുള്ളൊരു അനുവാദം തരണമെന്ന്. അങ്ങനെ രചന ചെന്ന് ഈ ഇഷിതയോട് മഹേഷോട് സംസാരിക്കണം. അപ്പോഴേക്ക് ഇഷിത പറയണ, രചന എന്ത് പരിപാടിയെ കാണിച്ചത്? പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകില്ലായിരുന്നോ? നീ എന്ത് മണ്ടത്തരോ കാണിച്ചത്? ഞാൻ മണ്ടത്തരം കാണിച്ചിട്ടില്ല. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്താണ്. പക്ഷേ എൻ്റെ മക്കള് ഇഷിത പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ഒരവകാശവും പറഞ്ഞ് ഞാൻ ഇഷിതയുടെ മുന്നിലേക്ക് വരില്ല. എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ അവകാശം പറഞ്ഞിട്ടുണ്ട്. ആ മക്കള് ഇനി ഇഷിതയ്ക്ക് സ്വന്തമാണ്. ഇഷിത, ഞാൻ ഒരവകാശം പറഞ്ഞിട്ട് വരില്ല എന്നിങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് സങ്കടം തോന്നിക്കണം. അങ്ങനെ രചന മഹേഷിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. മഹേഷേ, എൻ്റെ മകൻ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഹേഷിൻ്റെ അരികിലേക്ക് എൻ്റെ മകൻ ഓടി വന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൻ പഠിച്ച് വലുതായി ഒരു ജോലി കിട്ടി കഴിയാൻ നേരത്ത് അവൻ എന്നെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവൻ്റെ അമ്മയെ അവൻ പൊന്നുപോലെ നോക്കുന്നു. അപ്പം അവൻ്റെ അമ്മയെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മഹേഷേ. പക്ഷെ എൻ്റെ മോൻ്റെ ജീവിതം അവസാനിക്കരുത്. അവന് നല്ലൊരു ഭാവി തന്നെ മഹേഷ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷേ. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് എന്ന് പറയാണ്. കണ്ടില്ലേ, എൻ്റെ കയ്യിൽ വിലങ്ങ് കിടക്കുന്നു. ഇനി ഇതിൽ പരം ശിക്ഷ എനിക്ക് കിട്ടാനുണ്ടോ മഹേഷേ? ഇനിയുള്ള ജീവിതം ജയിലിലാണ് മഹേഷേ എന്ന് പറയാം. അങ്ങനെ രചനയെയും പോലീസുകാർ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷും ഇഷിതയും കൂടി വീട്ടിലേക്ക് വന്ന് കുഞ്ഞുങ്ങളെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും 3 പേരും കൂടി സുഖമായിട്ട് ഉറങ്ങുകയാണ്. ആദ്യം ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? പിന്നെ ഉറങ്ങാതെ ഇത്രയും നേരം വരെ ഡാഡിയെ കാത്തുകൊണ്ട് നിൽക്കുമായിരുന്നു അവൻ. സമയം എത്രയെന്ന് മഹേഷിനും വല്ല ഇതുണ്ടോ, നിശ്ചയമുണ്ടോ എന്നൊക്കെ ഇഷിത ചോദിക്കുകയാണ്. പാവം ആദി, എനിക്ക് ആദിയോട് അവൻ്റെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. മഹേഷ് പറഞ്ഞ പോലെ അച്ഛനോടും അമ്മയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അവർക്കിത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഇനി ഇവർ ഒന്നും അറിയാതെ സുഖമായിട്ട് ജീവിക്കട്ടെ. ആദി എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇഷിത. അവൻ്റെ അമ്മയെ ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടാക്കിക്കോ. അവൻ പഠിച്ച് വലുതായി ജോലി കിട്ടി കഴിയുന്നിടത്ത് അവൻ്റെ അമ്മയെ അവൻ കൊണ്ടുപോയിക്കോളാന്ന്. അവൻ്റെ ആ ഒരു നല്ല മനസ്സാണ് ഇഷിത. ഇത് കഴിഞ്ഞപ്പോഴേക്കും 2 മക്കൾക്ക് നല്ല മനസ്സ് തന്നെയാണ്. അത് രചനയുടെ കയ്യിൽ നിന്നല്ല, മഹേഷിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അവർക്ക് ആ നല്ല സ്വഭാവം കിട്ടിയത്. ഞാൻ ഇനി മഹേഷിനോടൊരു കാര്യം പറയട്ടെ. മഹേഷ് അത് അനുസരിക്കും. താൻ പറയടോ, താൻ എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ മഹേഷേ, നമ്മൾ 2 പേരും നമ്മുടെ 3 മക്കളുമായിട്ടുള്ള ജീവിതമാണ് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ഫ്ലാറ്റ് വിടാം. എനിക്കിനി മഞ്ജിമ ചേച്ചിയോടൊപ്പം ജീവിക്കാനായിട്ട് കഴിയില്ല. എനിക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അച്ഛനോടൊപ്പം മഞ്ജിമ ചേച്ചി കഴിഞ്ഞോട്ടെ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെയും അച്ഛനും അമ്മയും ഉണ്ട്.
അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അങ്ങനെ വർത്തമാനം പറയുകയൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ നമുക്ക് ഈ ഫ്ലാറ്റ് വിടണം, എന്നിട്ട് അവിടെ പോയി നമ്മൾ സന്തോഷത്തോടെ സുഖത്തോടെയും ജീവിക്കണം. അവിടെയുള്ളവരെല്ലാവരും കരുതണം ഈ മൂന്ന് മക്കളെയും പ്രസവിച്ചത് ഞാനാണെന്ന് എല്ലാവരും പറയണം മഹേഷേ എന്ന് മഹേഷിനോട് പറയുകയാണ് ഇഷിത. ഇഷിതയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയെ ചേർത്ത് പിടിച്ച് മഹേഷ് ഒന്ന് തലോടുകയാണ്. ആ തലോടിൻ്റെ അർത്ഥം ഇഷിത പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ച് കൊടുത്തു എന്നാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ മാത്രമല്ല, നമ്മുടെ ഇത് ക്ലൈമാക്സ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.